ഓക്കെ, ഈ ഐഡന്റിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ എല്ലാവർക്കും അറിയുന്നതാണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു അതും എല്ലാവർക്കും അറിയുന്ന ഐഡന്റിറ്റീസ് ആണ്. ഈ ഐഡന്റിറ്റിയാണ് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാത്തത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്. സംഭവം വളരെ ഈസിയാണ്. ക്വസ്റ്റ്യനിൽ എ ബി തന്നിട്ടുണ്ടാവും, അതേപോലെ എ മൈനസ് ബി തന്നിട്ടുണ്ടാവും. നമ്മളോട് എ പ്ലസ് ബി കണ്ടുപിടിക്കാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ആണ് നമ്മുടെ ഈ മൂന്നാമത്തെ ഐഡന്റിറ്റി യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ എ പ്ലസ് ബി തന്നിട്ടുണ്ടാവും, അതേപോലെ എ ബി തന്നിട്ടുണ്ടാവും, എ മൈനസ് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാണ് ഈ എക്സ്പ്രഷൻ നമുക്ക് കൂടുതൽ യൂസ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ ഒരു എക്സ്പ്രഷൻ ഇത് യൂണിവേഴ്സലാണ്. ഒരുപാട് സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റിയാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടി എ പ്ലസ് ബി എ മൈനസ് ബി. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ചില ബുക്സിൽ ഉണ്ടാവാറുള്ളത്. ഇത് എക്സ്പാൻഡ് ചെയ്ത രീതിയിലാണ് ചില ബുക്സിൽ ഉണ്ടാവാറുള്ളത്. അതായത് എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി അല്ല 3ab ഇൻറ്റു എ എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ചില ക്വസ്റ്റ്യൻ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ രീതിയിലാണ് ഈ ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, അടുത്ത ഈ ഐഡന്റിറ്റി എന്താണ്? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഈ ഐഡന്റിറ്റി എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുണ്ട്. ഈ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. രണ്ടിൽ ഏത് രീതിയാണ് ക്വസ്റ്റ്യനിൽ കംഫർട്ടബിൾ ആവുക ആ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇത് ഈ ഐഡന്റിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റിന്റെ വേറെ ഫോം ഉണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 3ab. ഓക്കെ, ഇതെന്താണ്? ഇത് ആക്ച്വലി ബ്രാക്കറ്റിലുള്ള എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അതിൽ നിന്ന് 3ab കുറച്ചാൽ എന്താ കിട്ടുക? നമുക്ക് ഈ ടേം തന്നെ കിട്ടുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നുള്ള ഈ ടേം തന്നെയാണ് കിട്ടുക. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മുടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ടൈപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇത് വേറെ രീതിയിൽ കൊടുക്കാറുണ്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 3ab എന്നുള്ള രീതിയിൽ ഈ ഒരു ഐഡന്റിറ്റി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അതിലേക്ക് നമ്മൾ പ്ലസ് 3ab ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ഈ ടേം തന്നെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് ആവശ്യാനുസരണം ഇതിൽ ഏത് രീതിയാണ് ചൂസ് ചെയ്യേണ്ടത് ആ രീതി നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഐഡന്റിറ്റി വെച്ചിട്ട് ഇഫ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു 5824 എ പ്ലസ് ബി ഈക്വൽ ടു 28 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ ബി. ഓക്കെ, ഇത് ഡയറക്റ്റ് ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ എ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 582 ഡിവൈഡഡ് ബൈ 28 ചെയ്താൽ മതി. നമുക്ക് ഉത്തരം കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഒരു രീതിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. 5824 എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു 28 അല്ലേ? ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചുള്ളത്? നമ്മളെ ആൻസർ, അതായത് നമ്മുടെ ഓപ്ഷനിലുള്ള വാല്യൂ ആണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ നമ്മളെ ഓപ്ഷനിലുള്ള വാല്യൂ ഇൻറ്റു 28 ചെയ്താൽ നമുക്ക് 5824 കിട്ടണം. നല്ല ഈ ഒരു റെഡി ആവുള്ളൂ. ഓക്കെ, കണക്ഷനിൽ എന്തെങ്കിലും ഇൻട്രക്ഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസറിൻ്റെ എൻഡ് ഡിജിറ്റും
8 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിൻ്റെ എൻഡ് ഡിജിറ്റ് 8 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എൻഡ് ഡിജിറ്റ് 4 കിട്ടണം. ഓക്കെ, അപ്പോൾ 8 മൾട്ടിപ്ലൈ ചെയ്താൽ 64 കിട്ടും. അപ്പോൾ എൻഡ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 8 മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടുക, എൻഡ് ഡിജിറ്റ് 6 ആണ്. പക്ഷേ എൻഡ് ഡിജിറ്റ് ആക്ച്വലി 5824 എൻഡ് ഡിജിറ്റ് എന്താണ് 4 ആണ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല. 0 വന്നാൽ എൻഡ് ഡിജിറ്റ് 0 ആണ്, പക്ഷേ 0 അല്ല, എൻഡ് ഡിജിറ്റ് ആക്ച്വലി 4 ആണ് എൻഡ് ഡിജിറ്റ് ഉള്ളത്. അതേപോലെ 6 വന്നാൽ 6 × 8 48 ആണ്, എൻഡ് ഡിജിറ്റ് എന്താണ് 8 ആണ് വരിക, പക്ഷേ ആക്ച്വലി എന്താണ് എൻഡ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ ഇതും പോസിബിൾ അല്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The value of 6.35 into 6.35 into 6.35 into ഓക്കെ, ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം a³ + b³ ഡിവൈഡഡ് ബൈ a² + b² മൈനസ് ab ആണ്. ഏകദേശം ആ ഒരു ഫോർമാറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഇവിടെ 6.35 ആണ്, ഇവിടെ 63.5 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനെയും സെയിം രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് ഒന്നും എളുപ്പമാണ്. ഞാൻ അതിനു വേണ്ടി ന്യൂമറേറ്ററിനെ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിനോമിനേറ്ററിനെ ഒരു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ 1000 ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. 1000 6.35 × 10, അതേപോലെ ഇത് × 10, അതേപോലെ ഇത് × 10, അതേപോലെ ഇവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് × 10, ഇത് × 10, ഇത് × 10. അപ്പോൾ ന്യൂമറേറ്ററിൽ ഇപ്പോൾ എന്തായി, 6.35 × 10 എന്ന് പറഞ്ഞാൽ 63.5. ഓക്കെ, ഈ 3 ടേം 63.5 ആയി. 63.5 ദ ഹോൾ ക്യൂബ് പ്ലസ് 3.65 ദ ഹോൾ ക്യൂബ്. സോറി, 3.65 അല്ല അല്ലേ, 36.5 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 36.5 ദ ഹോൾ സ്ക്വയർ. അതിന് മുമ്പ് 63.5 ദ ഹോൾ സ്ക്വയർ ഉണ്ടല്ലേ. 63.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 36.5 ദ ഹോൾ സ്ക്വയർ മൈനസ് 63.5 ഇൻറ്റു 36.5. ഇപ്പം ആക്ച്വലി എന്താ, a³ + b³ ഡിവൈഡഡ് ബൈ a² + b² മൈനസ് ab. ഇത് ആക്ച്വലി എന്താണ്, a + b ആണ് ഇതിൻ്റെ വാല്യൂ. a + b എന്ന് പറഞ്ഞാൽ എന്താണ്, 63.5 പ്ലസ് 36.5. ഓക്കെ, ഇവിടെ ആക്ച്വലി നമ്മൾ ഡിനോമിനേറ്ററിലുള്ള ഒരു 1/1000 കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഉള്ള ഈ 1/1000 1/1000 കൂടി ഉണ്ട്. അപ്പോൾ a + b 63.5 ഇൻറ്റു 36.5 ഇൻറ്റു 1/1000 കൂടി ഉണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 1000 വരും, 0.1. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് 5√5x³ മൈനസ് 3√3y³ ഡിവൈഡഡ് ബൈ √5x മൈനസ് √3y ഈക്വൽ ടു ax² പ്ലസ് by പ്ലസ് cxy, the value of 3a plus b minus 215c ഈക്വൽ ടു CPA 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 5√5x³ ആക്ച്വലി എന്താണ്, √5x-ൻ്റെ ക്യൂബാണ് മൈനസ് √3y-ൻ്റെ ക്യൂബാണ് ഡിവൈഡഡ് ബൈ √5x മൈനസ് √3y. ഓക്കെ, ഇത് ആക്ച്വലി എന്താണ്, a³ മൈനസ് b³ ഡിവൈഡഡ് ബൈ a മൈനസ് b ആണ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും, a² പ്ലസ് b² പ്ലസ് ab ആയിരിക്കും. അപ്പോൾ a എന്താണ്, a √5x ആണ്. അപ്പോൾ a² എന്ന് പറഞ്ഞാൽ എന്ത് വരും, a² എന്ന് പറഞ്ഞാൽ 5x² പ്ലസ് b² എന്ന് പറഞ്ഞാൽ √3y-ൻ്റെ സ്ക്വയർ എന്താണ്, 3y² പ്ലസ് ab √5x ഇൻറ്റു √3y, അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, √15xy ആ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എക്സ്പ്രഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് സി എക്സ് വൈ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ 5 ആണ്, ബിൻ്റെ വാല്യൂ 3 ആണ്, അതേപോലെ സിയുടെ വാല്യൂ എന്താണ്, √15 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എന്താണ്, 3a പ്ലസ് ബി മൈനസ് √15c. കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ്റെ വാല്യൂ 3a 3 × 5 15 പ്ലസ് ബി പ്ലസ് 3 മൈനസ് √15c √15 × √15. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 18 മൈനസ് 15 3. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈസ് ഇക്വൽ ടു 217, എ പ്ലസ് ബി ഈക്വൽ ടു 7, ദെൻ ദ വാല്യൂ ഓഫ് എ ബി ഈക്വൽ ടു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വാല്യൂ ഗസ് ചെയ്തപ്പോൾ അത് കറക്റ്റായി. എക്സിൻ്റെയും എൻ്റെയും ബിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ, ഏതായിരിക്കും എ ബി പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഒന്ന് ഗസ് ചെയ്ത്. ഓക്കെ, 6 1. യെസ്, കറക്റ്റാണ്. 6 1 ആണ് എക്കും ബിക്കും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. സാധാരണ ഈ എ ക്യൂബ് പ്ലസ് ബി ക്യൂബും അതേപോലെ എ പ്ലസ് ബി തന്നാൽ ഞാൻ പൊതുവെ ഗസ് ചെയ്യാറില്ല, പക്ഷേ ഇതെന്തോ ഭാഗ്യത്തിന് കണ്ടപ്പോൾ തന്നെ കിട്ടി. സാധാരണ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അല്ലെങ്കിൽ എ പ്ലസ് ബി തരും, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് തരും, പിന്നെ അതേപോലെ എ ബി തരും. അങ്ങനെയുള്ള കേസിലാണെന്നുണ്ടെങ്കിൽ എ ബി തന്നിട്ടുള്ള കേസിലാണ് ഞാൻ പൊതുവെ ഗസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊന്നും കൂടി ഉത്തരം കിട്ടാനുള്ള പോസിബിലിറ്റി കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ ഗസ് ചെയ്തത് എക്ക് 6ഉം അതേപോലെ ബിക്ക് 1ഉം ഗസ് ചെയ്തു. ഗസ് ചെയ്യുമ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് 6ൻ്റെ ക്യൂബ് 216 പ്ലസ് 1ൻ്റെ ക്യൂബ് 1 217. അതാണ് കറക്റ്റ് ആൻസർ. അത് നമ്മൾ ഗസ് ചെയ്ത വാല്യൂ കറക്റ്റാണ്. കാരണം ഇവിടെ നമ്മൾ ഗസ് ചെയ്തു A6 ആണ് B7 ആണ് ഗസ് ചെയ്തു. അത് രണ്ടാമത്തെ ഇക്വേഷനിലിട്ട് നോക്കുമ്പോൾ അതും കറക്റ്റായി. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഗസ് ചെയ്ത വാല്യൂ കറക്റ്റാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ AB. അപ്പോൾ 6 × 1 സി ആണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ ഇൻ കേസ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഗസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഐഡൻറ്റിറ്റി വെച്ച് ചെയ്യേണ്ടത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3ab. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 217 ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 49 മൈനസ് 3ab. 31 ഈക്വൽ ടു 49 മൈനസ് 3ab. 3ab ഈക്വൽ ടു 18. ab ഈക്വൽ ടു 18/3. 18/3 എന്താണ് 6. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഗസ്സിങ് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഒറിജിനൽ മെത്തേഡ് ചെയ്യാം. വർക്കാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും വിത്തിൻ നോ ടൈം. അടുത്തത് A² പ്ലസ് B² ഈക്വൽ ടു 82. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഗസ് ചെയ്യാറുണ്ട് A² പ്ലസ് B². അതേപോലെ AB ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടേം. ABയും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ടേം തരികയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് എൻ്റെ ബീൻ്റെ വാല്യൂ ഗസ് ചെയ്യാൻ പറ്റുകയാണ്. ഞാൻ പൊതുവെ ശ്രമിക്കാറുണ്ട് എൻ്റെ ബീൻ്റെ വാല്യൂ ഗസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം AB ഈക്വൽ ടു 9 ആണ്. അപ്പോൾ AB ഈക്വൽ ടു 9 ആണെങ്കിൽ ABക്കും ഒരു പോസിബിലിറ്റി 3 × 3 ആണ്, അല്ലെങ്കിൽ 9 × 1 ആണ്. ഈ രണ്ട് പോസിബിലിറ്റി വെച്ചിട്ടാണ് ഞാൻ കളിക്കുക. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി നമ്മൾ ട്രൈ ചെയ്യണം. രണ്ടാമത്തെ പോസിബിലിറ്റി 9 1. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ A² പ്ലസ് B² ആണ്. A² എന്ന് പറഞ്ഞാൽ 81 പ്ലസ് 1 82. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള രണ്ടാമത്തെ കണ്ടീഷൻ അത് കറക്റ്റായി. അപ്പോൾ നമ്മൾ ഗസ് ചെയ്ത വാല്യൂ അത് കറക്റ്റാണ്. അപ്പോൾ ഇനി A³ പ്ലസ് B³ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. A³ എന്ന് പറഞ്ഞാൽ 9ൻ്റെ ക്യൂബ് 729 പ്ലസ് 1ൻ്റെ ക്യൂബ്. 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് 1 തന്നെയാണ്. 729 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 730. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നമുക്കത് ഗസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് നോർമൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? A³ പ്ലസ് B³ ഈക്വൽ ടു A പ്ലസ് B ഇൻറ്റു A² പ്ലസ് B² മൈനസ് AB. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതിൽ A പ്ലസ് ബിൻ്റെ വാല്യൂ നമുക്കറിയില്ല. നമുക്കറിയുന്ന വാല്യൂ ഏതാണ്? ഓക്കെ, നമുക്ക് അറിയുന്ന വാല്യൂ A² പ്ലസ് B²ൻ്റെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 82 ആണ് തന്നിട്ടുണ്ട്. അതേപോലെ AB ൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 9 ആണെന്ന് തന്നിട്ടുണ്ട്.
പക്ഷെ നമുക്ക് എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ 82 ആണ് തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു എ ബിൻ്റെ വാല്യൂ 9 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ 100. അത് നമുക്ക് എ പ്ലസ് ബി = √100 എന്താണ് 10 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ് 10 ഇൻറ്റു 73 = 730. അടുത്ത ക്വസ്റ്റ്യൻ, if 9x square plus y square = 37, xy = 2, x, y, greater than 0, then the value of 27x cube plus y cube is. ഓക്കെ, CGL 90 മെയിൻസിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, ഇവിടെ xy തന്നിട്ടുണ്ട്, xy = 2 തന്നിട്ടുണ്ട്. xy = 2 എന്ന് xy തന്നിട്ടുണ്ടെങ്കിൽ തന്നെ പൊതുവേ എനിക്ക് ഗസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടാറുണ്ട്. അപ്പോൾ x = 2, അതേപോലെ y = 1 കൊടുത്തു. y = 1 കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നാമത്തെ എക്സ്പ്രഷൻ 9 × 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 4 36, 36 പ്ലസ് 1 എന്താണ് 37 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താ, ഇത് കറക്റ്റായി. ഇത് കറക്റ്റായി നടത്തം എന്താണ്, നമ്മൾ ഗസ് ചെയ്ത വാല്യൂ കറക്റ്റായി നടത്താം. എക്സിൻ്റെ വാല്യൂ 2 ആണ്, വൈൻ്റെ വാല്യൂ 1 ആണ്. ഇനി 27x ക്യൂബ്, 27 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് 27 × 2 ക്യൂബ് പ്ലസ് y ക്യൂബ് 1 ക്യൂബ്. 27 × 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 6ൻ്റെ ക്യൂബാണ് വരിക. 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216, 216 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 217. ഓപ്ഷൻ സി. സ്ക്വയർ വരുന്നുണ്ടോ? ഫോർ 4.5 × 2 ഇങ്ങനെ വന്നൂടെ? ഏത് ക്വസ്റ്റ്യനാണ്? നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ആരിഫിക്ക് 9, 4.5 × 2, 4.5 × 2 എന്നും വരാം. പക്ഷെ അത് കൊടുത്താൽ 4.5ൻ്റെ സ്ക്വയറും അതേപോലെ 2ൻ്റെ സ്ക്വയറും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 82 കിട്ടുന്നുണ്ടോ എന്നുകൂടി നോക്കണം. എന്തായാലും അത് ആഡ് ചെയ്യുമ്പോൾ 82 ഒന്നും കിട്ടൂല. ഓക്കെ, അത് ആ ഗസ് കറക്റ്റ് അല്ല എന്നർത്ഥം. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ നോർമൽ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 27x ക്യൂബ്, അതായത് 3x ദ ഹോൾ ക്യൂബ് പ്ലസ് y ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി, എ എന്താണ് 3x പ്ലസ് ബി എന്താണ് y ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9x സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് y സ്ക്വയർ മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ 3x ഇൻറ്റു y. അപ്പോൾ ഇവിടെ 3x പ്ലസ് വൈൻ്റെ വാല്യൂ നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. 9x സ്ക്വയർ പ്ലസ് y സ്ക്വയറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 37 ആണ് തന്നിട്ടുണ്ട്. മൈനസ് 3 ഇൻറ്റു xyൻ്റെ വാല്യൂ 2 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3x പ്ലസ് വൈൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3x പ്ലസ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? 3x പ്ലസ് വൈൻ്റെ സ്ക്വയർ നോക്കുക. 3x പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്താണ്? 9x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 6xy ആണ് അല്ലേ? 9x സ്ക്വയർ പ്ലസ് y സ്ക്വയറിൻ്റെ വാല്യൂ 37 തന്നിട്ടുണ്ട്. പ്ലസ് 6xy 6 ഇൻറ്റു 2, അപ്പോൾ 3x പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 49 എന്ന് കിട്ടും. അതിൽ നിന്ന് 3x പ്ലസ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്താൽ മതി? 49ൻ്റെ റൂട്ട് ചെയ്താൽ മതി. 3x പ്ലസ് വൈൻ്റെ വാല്യൂ 7 കിട്ടും. അപ്പോൾ നമ്മളെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 7 ഇൻറ്റു 37 മൈനസ് 6 31, 7 ഇൻറ്റു 31, 7 ഇൻറ്റു 31 എന്ന് പറഞ്ഞാൽ 210 പ്ലസ് 7 217. ഓക്കെ, ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് നോർമൽ മെത്തേഡിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷെ പൊതുവേ ഗസ് ചെയ്യൽ ഒന്നുകൂടി വർക്കാവുന്ന ടൈപ്പാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അടുത്തത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് = 20, എ പ്ലസ് ബി = 5, ഇതിൻ്റെ വാല്യൂ ഓഫ് a raised to 4 പ്ലസ് b raised to 4.
ഇവിടെ എ ക്യൂ പ്ലസ് ബി ക്യൂ ആണ് തന്നിട്ടുള്ളത്, പിന്നെ എ പ്ലസ് ബി ആണ് തന്നിട്ടുള്ളത്. പൊതുവെ ഞാൻ അങ്ങനെ വരുമ്പോൾ ഗസ് ചെയ്യാറില്ല. എ ബി വരുമ്പോഴാണ് പൊതുവെ ഞാൻ ഗസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് ഗസ് ചെയ്തിട്ട് പെട്ടെന്നൊന്നും കിട്ടില്ല. 3 2 കൊടുക്കുമ്പോൾ തന്നെ എ ക്യൂ പ്ലസ് ബി ക്യൂവിൻ്റെ വാല്യൂ 20 ഒന്നും വരില്ല. 4 1 കൊടുക്കുമ്പോഴും വരില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ നോർമൽ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇവിടെ a⁴ പ്ലസ് b⁴ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a⁴ പ്ലസ് b⁴ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടി വരും? a⁴ പ്ലസ് b⁴ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ a² പ്ലസ് b² ഹോൾ സ്ക്വയർ എടുത്തു ഈക്വൽ ടു a⁴ പ്ലസ് b⁴ പ്ലസ് 2a² b². ഓക്കെ, അപ്പോൾ a² പ്ലസ് b² ദ ഹോൾ സ്ക്വയർ എന്ന് 2 ഇൻറ്റു a² b² മൈനസ് ചെയ്താൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് എക്സ്പ്രഷൻ്റെ വാല്യൂ a⁴ പ്ലസ് b⁴ വാല്യൂ കിട്ടും. ഇതിൽ ഒരു ടേം നമുക്കറിയില്ല, a² പ്ലസ് b² അറിയില്ല, അതേപോലെ a² b² ഇല്ലെങ്കിൽ എ ബി എങ്കിലും അറിയണം. എ ബി ഉണ്ടെങ്കിൽ നമുക്ക് a² b² കണ്ടുപിടിക്കാൻ പറ്റും. അതിലൊരു ടേം നമ്മളറിയില്ല, നമ്മൾ എല്ലാ ടേമും കണ്ടുപിടിക്കേണ്ടിയിരിക്കും. നമുക്കറിയാം a³ പ്ലസ് b³ ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 3ab. 20 ഈക്വൽ ടു 5 ഇൻറ്റു 5 സ്ക്വയർ 25 മൈനസ് 3ab 4. 3ab ഈക്വൽ ടു 21 കിട്ടും. ab ഈക്വൽ ടു 7. ഓക്കെ, അപ്പോൾ ab ഈക്വൽ ടു 7 നമുക്ക് കിട്ടി. അപ്പോൾ എ ബിൻ്റെ വാല്യൂ, അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ab ഈക്വൽ ടു 7 ആണ്. അപ്പോൾ a² b²ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7² ആണ്. ഇനി a² പ്ലസ് b² വാല്യൂ കിട്ടണം. ഓക്കെ, a പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് 2ab ആണ്. a പ്ലസ് ബിൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 25 ഈക്വൽ ടു a² പ്ലസ് b² പ്ലസ് 2 ഇൻറ്റു എ ബിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 7. അപ്പോൾ a² പ്ലസ് b²ൻ്റെ വാല്യൂ 11 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 11ൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 7ൻ്റെ സ്ക്വയർ ആണ് നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ. 121 മൈനസ് 49 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 98 ആണ് നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ. എത്ര വരും? എക്സ്പ്രഷൻ്റെ വാല്യൂ ഈക്വൽ ടു 23 വരും. ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയും കാൽക്കുലേറ്റീവ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. CGL-19 മെയിൻസിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇത് ഗസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഇതൊന്നും കിട്ടിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് 2y ഈക്വൽ ടു 3 xy ഈക്വൽ ടു 5 and the value of x² മൈനസ് 4y². ഇത് xy വീണ്ടും തന്നിട്ടുണ്ട്. xy വീണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗസ് ചെയ്ത് നോക്കാം. 5 1 ഗസ് ചെയ്ത് നോക്കാം. 5 മൈനസ് 2 ഈക്വൽ ടു 3 ആണ്. നമ്മൾ ഗസ് ചെയ്ത് കറക്റ്റാണ്. എക്സിൻ്റെ വാല്യൂ 5 ആണ്, വൈൻ്റെ വാല്യൂ 1 ആണ്. കണ്ടുപിടിക്കേണ്ടത് x² 25 മൈനസ് എന്താണ് 4y², 4 ഇൻറ്റു 1². അപ്പോൾ എന്താണ് 21. ഡയറക്റ്റ് ഇത്ര കിട്ടി. ഓക്കെ, ഇത് നോർമൽ മെത്തേഡ് ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടി വരിക? x² മൈനസ് 4y², അതായത് x² മൈനസ് 2y ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a² മൈനസ് b² എന്നുള്ള ഫോർമാറ്റിലായി. ഇതെന്താണ് x പ്ലസ് 2y ഇൻറ്റു x പ്ലസ് 2y ഇൻറ്റു എക്സ് മൈനസ് 2y ആണ്. എക്സ് മൈനസ് 2yൻ്റെ വാല്യൂ 3 ആണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ് പ്ലസ് 2yൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉത്തരം എന്തായാലും 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ പോസിബിളി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 21 മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ട്
ക്വാഡ്രാറ്റിക്കേഷൻ അല്ല, നമ്മൾ ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് വെച്ച് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സ് പ്ലസ് ടു വൈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനെ പോലെ തന്നെ എക്സ് പ്ലസ് ടു വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഗസ്സിങ് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ് വൈ വരികയാണെങ്കിൽ മോസ്റ്റ് പോസിബിളി ഗസ് ചെയ്യാൻ നോക്കുക. അടുത്തത് if a minus b equal to 4, a cube minus b cube is equal to 88, and the value of a square minus b square. a square minus b square വാല്യൂ എന്താണ്? a plus b into a minus b ആണ് അല്ലേ? a square minus b square വാല്യൂ a plus b into a minus b ആണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എന്താണ്? a minus b വാല്യൂ 4 ആണ് തന്നിട്ടുള്ളത്. a plus b വാല്യൂ കണ്ടുപിടിക്കണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഉത്തരം ഒരു 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അറിയാം. 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 4ന്റെ മൾട്ടിപ്പിൾ അല്ല, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ ഗസ് ചെയ്തിട്ട് അങ്ങനെ ഉത്തരം മാർക്ക് ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ എ പ്ലസ് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന ഐഡൻറ്റിറ്റി വെച്ചിട്ട് എ പ്ലസ് ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 3ab അല്ലേ? 88 ഈക്വൽ ടു 4 ഇൻറ്റു 16 പ്ലസ് 3ab. 22 ഈക്വൽ ടു 16 പ്ലസ് 3ab. സോൾവ് ചെയ്യുമ്പോൾ 3ab ഈക്വൽ ടു 6, ab ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ, ab 2 കിട്ടി. നമുക്കിനി എ പ്ലസ് ബിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. a plus b the whole square equal to a minus b the whole square plus 4ab. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a minus b the whole square, a minus b ൻ്റെ സ്ക്വയർ എന്താണ്? a minus b എന്ന് പറഞ്ഞാൽ 4 ആണ്. a minus b ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 4ab. 4 ഇൻറ്റു എ ബിൻ്റെ വാല്യൂ എന്താ കിട്ടിയില്ല? ab 2 ആണ് കിട്ടിയില്ല. ഓക്കെ, ab 2 24. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് 24 ആണ്. റൂട്ട് 24 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 ഇൻറ്റു 6 2 റൂട്ട് 6. ഓക്കെ, എ പ്ലസ് ബിൻ്റെ വാല്യൂ 2 റൂട്ട് 6 കിട്ടി. അപ്പോൾ മൊത്തം എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബിൻ്റെ വാല്യൂ 8 റൂട്ട് 6. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് CHS 2019 ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഐഡൻറ്റിറ്റി എന്നാണ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 3ab ആണ്. എ പ്ലസ് ബി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8 തന്നിട്ടുണ്ട്. എ പ്ലസ് ബിൻ്റെ ഹോൾ സ്ക്വയർ എന്താണ്? 64 ആണ്. മൈനസ് 3 ഇൻറ്റു എ ബി. എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമുക്ക് എ ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ എക്സ്പ്രഷൻ നമ്മൾ അവിടെ തന്നില്ല. ഈ എക്സ്പ്രഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ ബി സ്ക്വയർ. എ പ്ലസ് ബി അതേപോലെ എഴുതി പ്ലസ് ഈ രണ്ട് ടേമിൽ ഞാൻ എ ബി കോമൺ ആക്കി എടുത്തു. എ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എ അല്ലേ? ഇവിടെ ബാക്കി എ ഉണ്ടാവും. അടുത്ത എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു ബി അല്ലേ? ഇവിടെ ബാക്കി ബി ഉണ്ടാവും. അപ്പോൾ എ പ്ലസ് ബിൻ്റെ വാല്യൂ എന്താണ്? 8 ആണ്. പ്ലസ് എ ബി ഇൻറ്റു എ പ്ലസ് ബി എ ബി ഇൻറ്റു 8 ഈക്വൽ ടു 128. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 1 പ്ലസ് എ ബി ഈക്വൽ ടു 128. 1 പ്ലസ് എ ബി ഈക്വൽ ടു എന്ത് വരും? 128 1 48 16 അല്ലേ? എ ബി ഈക്വൽ ടു 15 വരും.
അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ എ ബിൻ്റെ സ്ഥാനത്ത് 15 കൊടുക്കുമ്പോൾ എ ക്യൂ പ്ലസ് ബി ക്യൂവിൻ്റെ വാല്യൂ 8 ഇൻറ്റു 64 മൈനസ് 45 ഇസിക്കൽ 8 ഇൻറ്റു 19. ഓക്കെ, 8×19 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 152 കിട്ടും. 152 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ഈസി അല്ലേ? ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് മൈനസ് 27 ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 5y മൈനസ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് വൈ പ്ലസ് സി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇതാദ്യം ഇത് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഒന്നാമത്തെ ടേം എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് അല്ല, ഒന്നാമത്തെ ടേം മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ 5y മൈനസ് എക്സ് എന്നുള്ള ടേം എന്താണ്? ഞാൻ ഈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈനെ 2x പ്ലസ് 2y എന്ന് എഴുതി. അതിന്ന് 3 ഇൻറ്റു എക്സ് മൈനസ് വൈ കുറച്ചു. 3 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 3x മൈനസ് 3y കുറച്ചു. അപ്പോൾ 2x മൈനസ് 3x വരും പ്ലസ് 2y പ്ലസ് 3y 5y മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്? ആക്ച്വലി ഈ എക്സ്പ്രഷൻ എന്താണ്? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ്പ്രഷൻ എന്താണ്? എ ക്യൂബ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എ ആക്കി എടുക്കുകയാണെങ്കിൽ, ഈ ടേം മൊത്തം എ ആക്കി എടുക്കുകയാണെങ്കിൽ, ഈ ടേം മൊത്തം ബി ആക്കി എടുക്കുകയാണെങ്കിൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡ് ബൈ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എ എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എന്താണ്? 9 ഇൻറ്റു എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത ടേം എ ഇൻറ്റു ബി 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 8xy പ്ലസ് 9x സ്ക്വയർ പ്ലസ് 9y സ്ക്വയർ മൈനസ് 18xy പ്ലസ് 6x സ്ക്വയർ മൈനസ് 6y സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമാണ്. എക്സ് സ്ക്വയറിൻ്റെ ടേം മൊത്തം ഒരുമിച്ചെടുക്കുമ്പോൾ 4 ഉണ്ട്, 4x സ്ക്വയർ 9x സ്ക്വയറിൻ്റെ 13x സ്ക്വയർ ആയി പ്ലസ് 6x സ്ക്വയറിൻ്റെ അപ്പോൾ 19x സ്ക്വയർ ടോട്ടൽ. ഓക്കെ, ടേംസ് മൊത്തം ക്യാൻസൽ ചെയ്യല്ല, ശരിക്കും ആക്ച്വലി ആഡ് ചെയ്താണ്. കൺഫ്യൂഷൻ വരാതിരിക്കാനും ജസ്റ്റ് വെട്ടിട്ടത്. വൈ സ്ക്വയറിൻ്റെ ടേം മൊത്തം ആഡ് ചെയ്യുമ്പോൾ 4y സ്ക്വയർ ഉണ്ട്, 9y സ്ക്വയർ ഉണ്ട്, അപ്പോൾ 13y സ്ക്വയർ ഉണ്ട്. 13y സ്ക്വയർ മൈനസ് 6y സ്ക്വയർ എന്താണ്? 7y സ്ക്വയർ. ഓക്കെ, പിന്നെ എക്സ് വൈൻ്റെ ടേംസ് 8xy ഉണ്ട്, മൈനസ് 18xy ഉണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 10xy എന്ന് വരും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യാം. എ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് എ. എക്സിൻ്റെ കോഫിഷ്യൻ്റ് എ ആണെങ്കിൽ എ ഈക്വൽ ടു 19. എക്സ് വൈൻ്റെ കോഫിഷ്യൻ്റ് ആണ് ബി. എക്സ് വൈൻ്റെ കോഫിഷ്യൻ്റ് ബി ആണെങ്കിൽ ബി ഈക്വൽ മൈനസ് 10. വൈ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആണ് സി. വൈ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് എന്താണ്? 7.
ഇതിൻ്റെ മൂന്നിൻ്റെ സമം എ പ്ലസ് ബി പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി 19 പ്ലസ് 7 26 മൈനസ് 10 എന്നാണ്. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 16. ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഇത്രയും വലിയ ഒരുപാട് സ്റ്റെപ്സ് എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, പക്ഷെ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയും സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത്രയും സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു 1 അതേപോലെ വൈ ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം എന്താവുക? എ ഇൻറ്റു 1 സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു 1 ഇൻറ്റു 1 ബി പ്ലസ് സി ഇൻറ്റു 1 ഇൻറ്റു 1 സി. എ പ്ലസ് ബി പ്ലസ് സി. നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ഇവിടെ 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ്. അപ്പോൾ 8 ഇൻറ്റു 2 ക്യൂബ് 8 മൈനസ് എക്സ് മൈനസ് വൈ, ഇത് ഈ ടേം 0 ആയി പോകും. ഡിവൈഡ് ബൈ 5y മൈനസ് എക്സ്, 5 മൈനസ് 1 4. അപ്പോൾ എ പ്ലസ് ബി പ്ലസിൻ്റെ വാല്യൂ 64/4 16. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ കേസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എ മൈനസ് ബി പ്ലസ് സി ആണ് ചോദിച്ചിട്ടുള്ളത് വിചാരിക്കുക. അപ്പോൾ എക്സ് ഈക്വൽ വൈ ഈക്വൽ 1 കൊടുത്തിട്ട് കാര്യമല്ലോ. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക, അതേപോലെ വൈ ഈക്വൽ ടു -1 കൊടുക്കുക. എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു -1 കൊടുത്താൽ എ ഇൻറ്റു എക്സ് സ്ക്വയർ, വൈ ഈക്വൽ ടു -1 ആട്ടോ. എ ഇൻറ്റു എക്സ് സ്ക്വയർ എ വരും, പ്ലസ് ബി എക്സ് വൈ, ബി ഇൻറ്റു 1 ഇൻറ്റു -1, അപ്പോൾ എ മൈനസ് ബി പ്ലസ് സി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എ മൈനസ് ബി പ്ലസ് സി കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും 2a പ്ലസ് 3b പ്ലസ് 5c ഇതാണ് ചോദിച്ചിട്ടുള്ളത് വിചാരിക്കുക. ഇതാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എയും ബിയും സിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എയും ബിയും സിയും സെപ്പറേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു 1 കൊടുക്കുക, വൈ ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ എന്ത് വരും? എക്സ് ഈക്വൽ 1 കൊടുത്താൽ എ ഇവിടെ വരും. ഈ ടേം വൈ ഈക്വൽ 0 ആയതുകൊണ്ട് ഈ ടേം രണ്ടാമത്തെ ടേം 0 ആയി പോകും. അതേപോലെ മൂന്നാമത്തെ ടേം 0 ആയി പോകും. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അതേപോലെ ബീൻ്റെ വാല്യൂ ഡയറക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് വൈ ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബീൻ്റെ വാല്യൂ കിട്ടും. ഇനി സീൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുക? സീൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 കൊടുക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 കൊടുത്തിട്ട് വൈ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ എ പ്ലസ് ബി പ്ലസിൻ്റെ വാല്യൂ കിട്ടും. നമുക്ക് ഓൾറെഡി നമ്മൾ എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ സീൻ്റെ വാല്യൂ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുമല്ലോ. ഓക്കെ, ഇതാണ് ഇത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി മൈനസ് സി ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. 20 ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അഫ്താബ് ബി, ഡി കെ ബി, ജാനു, എസ് പിള്ളൈ ബി. ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്ത് കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ.
ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ് എ പ്ലസ് ബി മൈനസ് സി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു 1 അതേപോലെ വൈ ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈ ഈക്വൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും, എ പ്ലസ് ബി സി എക്സ് വൈ എന്നാണ്, ഇത് മൈനസ് സി ആവും. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ -1, എക്സ് ഈക്വൽ 1 വൈ ഈക്വൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ടേം എന്തായാലും 0 ആയി പോകും. അടുത്ത ടേം -8 ഇൻറ്റു 1 മൈനസ് -2 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ടു എക്സ് പ്ലസ് 5y -4 ഇൻറ്റു എ പ്ലസ് ബി മൈനസ് സി. ക്യാൻസൽ ചെയ്യുമ്പോൾ എ പ്ലസ് ബി മൈനസ് സിൻ്റെ വാല്യൂ 16 എന്ന് വരും. എത്ര ഈസിയാണ് ഇത്. 2019 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി നടന്നുള്ള CGL മെയിൻസിനെ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ ഈസിയായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ ഗസ് ചെയ്യാൻ പറ്റും. അടുത്തത് if x 8 into x plus y the whole cube plus x minus y the whole cube equal to 3x plus y into ax square plus bxy plus cy square. Find the value of a plus b minus c. ഇതിന് ആൻസർ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും. a plus b minus c. ശിവപ്രസാദ് 4, ഓപ്ഷൻ 4 ആണോ നമ്പർ 4 ആണോ? എല്ലാവർക്കും 4 ആണ് കിട്ടുന്നത്. എല്ലാവർക്കും 4 ആണ് കിട്ടിയത്. ബി 9 ആണോ? ശ്രീപ്രിയ 11. എൻ്റെ അമ്മ, ഭയങ്കര ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണല്ലോ. നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്തായാലും നിങ്ങൾ ചില ആളുകൾ ചെയ്ത് എനിക്ക് തോന്നുന്നു എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെയാണ് മിക്ക ആളുകൾ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എക്സ് ഈക്വൽ 1 വൈ ഈക്വൽ -1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, എ മൈനസ് ബി പ്ലസ് സി. ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് വേണ്ടത് എ പ്ലസ് ബി മൈനസ് സിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പോൾ അത് എ പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, എ പ്ലസ് ബി പ്ലസ് സി മൈനസ് 2c അല്ലേ എ പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ, അല്ലേ? ഈ എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു വൈ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസിൻ്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ 8 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 0 ഈക്വൽ ടു 3x പ്ലസ് വൈ 4 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, അല്ലേ? അപ്പോൾ ഇതിന്ന് എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും, 16 കിട്ടും. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 16 എന്ന് കിട്ടും. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, നമ്മൾ ഉത്തരം കിട്ടില്ലല്ലോ. ഷിന്നെയും ടൈപ്പ് ചെയ്ത ബി ആണ്. ബി ഓപ്ഷൻ 4 അല്ലേ? അതല്ല, അതല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ 16 കിട്ടി. ഇനി എനിക്ക് ഇതിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ സീൻ്റെ വാല്യൂ കൂടി കിട്ടിയാൽ മതി. സീൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ടു ഫൈൻഡ് സി എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായി മാറും, 8 ഇൻറ്റു 1 ക്യൂബ് പ്ലസ് -1 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 3x പ്ലസ് വൈ 1 ഇൻറ്റു സി. സോൾവ് ചെയ്യുമ്പോൾ സി ഈക്വൽ ടു 7 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്, എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി മൈനസ് സി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, എ പ്ലസ് ബി പ്ലസ് സിന്ന് 2c കുറച്ചാൽ മതി. എ പ്ലസ് ബി പ്ലസ് സി 16 ആണ്, അതിന് 2c കുറക്കുമ്പോൾ 2 ഇൻറ്റു 7 എന്താണ് 14.
2714 ആണ്. 16 14 കുറക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 കിട്ടും. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, ഇതും ഒരു TCS പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഏത് എക്സാമിൽ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുള്ള മെത്തേഡ് കണ്ടുപിടിച്ചു. CGL മെയിൻസിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട്. സെയിം ചോദ്യം തന്നെ ചെറിയ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. x + y the whole cube plus 8 × x - y the whole cube = 3x + ay. a ഇവിടെ തന്നു. 3x² + bx5 + cy². വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് a + b + c? കുറച്ച് ട്വിസ്റ്റാക്കി ചോദിച്ചു. ട്വിസ്റ്റാക്കി ചോദിച്ചാൽ നമ്മൾ പെടാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും? ഈ ടേം എന്താണ്? a³ പ്ലസ് ഇതിനെ 2 × x - y the whole cube എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇത് a³ + b³ എന്നുള്ള ഫോർമുലയായി. ഓക്കെ, അപ്പോൾ പോസിബിളി ഈ ടേം എന്തായിരിക്കണം? ഇത് പോസിബിളി ഈ ടേം ആയിരിക്കും, a + b എന്നുള്ള ടേം ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതെന്താണ്? ഇതാണ് a² + b² + ab എന്നുള്ള ടേം. അപ്പോൾ നമുക്ക് ഗസ് ചെയ്ത് നോക്കാം. a + bൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? a + b എന്ന് പറഞ്ഞാൽ x + y പ്ലസ് 2 × x - y. ഓക്കെ, ഈ ടേം എന്തെങ്കിലും ആവട്ടെ. ഇതെന്താണ്? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x - y എന്ന് കിട്ടും. ഓക്കെ, അടുത്തുള്ള ടേം ഇതെന്തെങ്കിലും ആവട്ടെ, നമ്മളെ ബോധർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3x + ay വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ വാല്യൂ എന്താ? a = -1. അപ്പോൾ ഇവിടെ നമ്മൾ a എന്നുള്ള ടേമിന് പകരം 3x - y എന്ന് കൊടുത്തിട്ടുണ്ട്. 3x - y. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട a + b + വാല്യൂ. ഇനി b + cൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്മളെ വർക്ക് തീർന്നു. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബിൻ്റെയും സിൻ്റെയും വാല്യൂ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇനി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ട്? x + y the whole cube plus 2 × x - y the whole cube = 3x - y × 3x² + bxy + cy² എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ x = 1 അതേപോലെ y = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം. ഈ ടേം, ഒന്നാമത്തെ ടേം എന്തായി മാറും? 1 + 1 the whole cube 8, 2³ ആണ് 8 പ്ലസ് 8 × 1 - 1 the whole cube 0 ആയി പോകും. 8 + 0 × 3x - y, 3 × 1 - 1 2 into 3 × x² 3 പ്ലസ് b × xy b പ്ലസ് c × y² എന്താണ്? c. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 = 3 പ്ലസ് b പ്ലസ് c. ഓക്കെ, ഇന്ന് b + cൻ്റെ വാല്യൂ എന്തിട്ടും? b + c = 1 എന്നിട്ട്. അപ്പോൾ a + b + cൻ്റെ വാല്യൂ എന്താ? 1 -1 + 1 0. ഓപ്ഷൻ എ. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആണ്. നിങ്ങൾക്ക് അറിയുന്നു തോന്നുന്നു. a + b + c the whole square = a² + b² + c² plus 2 × ab + bc + ca. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആണ്. a² + b² + c² - ab - bc - ca = 1/2 × a - b² + b - c² + c - a the whole square. അതേപോലെ തന്നെ ഈ ഐഡൻറ്റിറ്റി, ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഐഡൻറ്റിറ്റിയാണ്. a³ + b³ + c³ - 3abc = a + b + c × a² + b² + c² - ab + bc + ca. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഈ ഒരു ഫോർമാറ്റ്. ഇതിൻ്റെ രണ്ടാമത്തെ ഫോർമാറ്റ് നോക്കാം. രണ്ടാമത്തെ ഫോർമാറ്റ് സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. a³ ഈ ടേം സെയിം ആണ്, a + b + c സെയിം ആണ്, ഈ ടേമാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, a + b + c the whole square. ഇത് ആക്ച്വലി എന്താ വരിക? ഈ ടേം a² + b² + c² plus 2 × ab plus bc plus ca.
ഓക്കെ, ഈ 2 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്ന് 3 ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് സി എ മൈനസ് ചെയ്താൽ എന്താ വരിക? മൈനസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എന്നാണ് വരിക. രണ്ടും സെയിം തന്നെയാണ്. ഇത് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത രീതി എന്താണ്? മൂന്നാമത്തെ രീതി എന്താണ്? എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3ab ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് സി ഹോൾ സ്ക്വയർ. നമ്മൾ ഈ ഒരു ടേമില്ലേ, ഈ ഒരു ടേമിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. ഈ ടേമിൻ്റെ വാല്യൂ ഒരു എക്സ്പ്രഷനാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 1/2 ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു ബി പ്ലസ് ബി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ആക്ച്വലി ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 1/2 കോമൺ ആയിട്ട് എല്ലാത്തിനും ഉള്ളതാണ്. എ മൈനസ് ബിക്ക് മാത്രമുള്ളതല്ല, എല്ലാത്തിനും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഓർത്തിരിക്കുക. ഇത്രയും 3 ഐഡൻറ്റിറ്റീസ് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഇത് വെച്ചിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 10, എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് സെഡ് ക്യൂ ഈക്വൽ ടു 75, എക്സ് വൈ സെഡ് ഈക്വൽ 15. Then what is the value of x square plus y square plus z square minus xy minus yz minus xz? ഇത് ഡയറക്റ്റ് ഐഡന്റിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഐഡന്റിറ്റി ഇതാണ്. ഓക്കെ, ഈ ഐഡന്റിറ്റിയിലെ എല്ലാ ടേമും തന്നിട്ടുണ്ട്. ഈ ടേമിൻ്റെ വാല്യൂ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 75 മൈനസ് ഈ ടേം എക്സ് വൈ സെഡ് എന്താണ് 15 ആണ് തന്നിട്ടുള്ളത്. 3 ഇൻറ്റു 15 ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 10 ഇൻറ്റു ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 75 മൈനസ് 45 എന്താണ്? 30 10 ഇൻറ്റു എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? 30/10 3. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഫോർമുല ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർമുല ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഫോർമുല ഒന്നുകൂടി ഈസി ആയിട്ട് ഓർമ്മിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പ്രത്യേകിച്ചില്ല. അടുത്തത് ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 6, എ ക്യൂ പ്ലസ് ബി ക്യൂ മൈനസ് 3ab ഈക്വൽ ടു 342, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഈ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3ab ഒരുപാട് ഫോം അടിച്ചിട്ടുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം അതാത് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം ഏതാണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc. ഇതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം. ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസിൻ്റെ വാല്യൂ എന്താണ്? 6. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3abcൻ്റെ വാല്യൂ എന്താ? 342. ഈക്വൽ ടു ഈ ടേമിൻ്റെ സ്ക്വയർ എ പ്ലസ് ബി പ്ലസ് സിൻ്റെ സ്ക്വയർ എന്താ? 36 മൈനസ് ഈ എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്തു? എ ബി പ്ലസ് ബി സി പ്ലസ് സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 ഇൻറ്റു ഇ എക്സ്പ്രഷനിൽ ഡിനോട്ട് ചെയ്യാനാണ് ഇ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കാം. 6 ഇത് എത്രയാണ്? 5 57 വരെ 36 മൈനസ് 3e. 3e ഈക്വൽ ടു മൈനസ് 21. എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ് വരിക? -7 ആണ് വരിക. ഓപ്ഷൻ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 133, എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ഈക്വൽ ടു 114, എക്സ് വൈ സെഡ് ഈക്വൽ ടു 216, ദ വാല്യൂ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് സെഡ് ക്യൂബ് ഈക്വൽ ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 133 ആണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇത് ശ്രദ്ധിക്കണം. എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് 114. ഓക്കെ, അതേപോലെ എക്സ് വൈ സെഡ് ഈക്വൽ ടു 216. ഈ വാല്യൂസ് ഓർത്തിരിക്കണം, വളരെയധികം നല്ലതാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇതാണ് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള നമ്പർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 133 ആണെങ്കിൽ
എക്സ് വൈ സെഡിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? +or - 9, +or - 6, +or - 4. ഈ 3 വാല്യൂസ് ആയിരിക്കും എക്സിനും വൈക്കും സെഡിനും പോസിബിൾ ആയിട്ടുള്ള 3 വാല്യൂസ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ 3ൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് നിങ്ങളോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എക്സ് ആവാം, എക്സ് 4 ആവാം, +4 ആവാം, -4 ആവാം. ഓക്കെ, ഞാൻ ഇവിടെ ഉദ്ദേശിച്ചുള്ള എക്സിൻ്റെ വാല്യൂ +or - 9 എപ്പോഴും ആയിരിക്കും നല്ല ഉദ്ദേശിച്ചുള്ളത്. എക്സിനും വൈക്കും സെഡിനും ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ വരാം. +or - 9, എക്സിന് +or - 9, +or - 6, +or - 4. അത് ഈ 6 ഏത് വാല്യൂ വരാം. വൈക്കും അതേപോലെ ഈ 6 ഏത് വാല്യൂ വരാം. സെഡിനും അതേപോലെ തന്നെ ഈ 6 ഏത് വാല്യൂ വരാൻ ചാൻസ്. ഓക്കെ, അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ഇത് +ആണോ - ആണോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? +ആണോ - ആണോ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അടുത്ത എക്സ്പ്രഷൻ നോക്കും. ഒന്നെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ നോക്കുക. ഈ എക്സ്പ്രഷൻ നോക്കിയാൽ +ആണോ - ആണോ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഈ എക്സ്പ്രഷൻ വെച്ച് നോക്കാം. സയൻസ് എന്താണ് +ആണോ - ആണോ നോക്കാം. 9, 6, 4 എല്ലാം പ്ലസ് ആക്കി എടുക്കുകയാണെങ്കിൽ 9 × 6 എന്താണ്? 54, +6 × 4 എന്താണ്? 24, +9 × 4 36. ഓക്കെ, അപ്പോൾ 114 കിട്ടി. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. 3 വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്താണ്? x³ + y³ + z³. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ എക്സ് വൈ സെഡ് ചെയ്താണ് കൺഫ്യൂഷൻ ഇല്ല. ഈ 3 നമ്പറിൻ്റെ ക്യൂബാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 729 + 216 + 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. ആഡ് ചെയ്യുമ്പോൾ 9009 1009 ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. ഈ വാല്യൂസ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയാനുള്ള കാരണം. ഇത് നോർമൽ മെത്തേഡിൽ ഇങ്ങനെ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുക. ഐഡന്റിറ്റി എന്താണ്? ഓക്കെ, ഇവിടെയുള്ള ഐഡന്റിറ്റി എന്താണ്? a + b + c ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + b² + b² + 2ab + b. ഓക്കെ, കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ടേമിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x³ + y³ + z³ x³ + y³ + z³ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേമിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്തു. -3 × xyz ഇതിൻ്റെ വാല്യൂ 216 തന്നിട്ടുള്ള 216 ഈക്വൽ ടു a + b + c. a + b + c വാല്യൂ നമുക്ക് അറിയില്ല. ഇൻറ്റു a² + b² + c² വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 133 ആണ്. മൈനസ് ab + bc + ca അതിൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 114 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ a + b + c വാല്യൂ കണ്ടുപിടിക്കണം. a + b + c വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം a + b + c ഹോൾ സ്ക്വയർ. ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഐഡന്റിറ്റി. ഓക്കെ, ഇത് ഓൾറെഡി എഴുതിയതുകൊണ്ട് a + b + c ഹോൾ സ്ക്വയർ. a + b + c ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a² + b² + c², അതായത് 133 പ്ലസ് 2 × 114, അതായത് 228. ആഡ് ചെയ്യുമ്പോൾ 361 കിട്ടും. അതൊന്ന് a + b + c വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 19 കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 19 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താണ്? 19 × 113 - 114 എന്താണെന്ന്? 19 ആണ്. 19 × 19 361 പ്ലസ് 216 × 3 എന്താണ്? 600 648. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1009 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഗസ്സിംഗ് മെത്തേഡാണ് ഒന്നുകൂടി കൺവീനിയൻറ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഗസ്സിംഗ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? x² + y² + z² = 113, x + y + z = 19, x z = y². The difference between z and x is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അറിയുന്ന ഒരു ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റിയാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ,
ഇതിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 19 തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയറിൻ്റെ വാല്യൂ 133 തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു അടുത്ത എന്താണ് എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ്. ഇവിടെ എക്സ് സെഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, വൈ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡിന് പകരം നമ്മൾ വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ 19 ഈക്വൽ 133 പ്ലസ് 19 അല്ലല്ലേ, 19ൻ്റെ സ്ക്വയർ അല്ലേ, 361. 361 ഈക്വൽ 133 പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് വൈ സ്ക്വയർ. ഈ ടേമിൽ നിന്ന് എല്ലാ ടേമും ഞാൻ വൈ കോമൺ ആക്കി എടുത്താൽ ബാക്കി എന്താ വരിക? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് ബാക്കിയുള്ള ടേം വരും. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ 19 മൾട്ടിപ്പിൾ ആണോ? ഓക്കെ, 19 ആണല്ലേ. ഓക്കെ, അപ്പോൾ 133 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൻ്റെ വാല്യൂ നമുക്കറിയാം 19 ഇൻറ്റു വൈ ആണ് ഇത്. ഓക്കെ, എല്ലാ ടേമും 19 ക്യാൻസൽ ചെയ്താൽ ഇതിൽ എത്ര വരും? 19 ഇൻറ്റു 7 ആണ് 133. 19 ഇൻറ്റു 19 ആണ് 361. അപ്പോൾ 19 ഈക്വൽ ടു 7 പ്ലസ് 2y വരും. ഓക്കെ, ഇതിന്ന് വൈൻ്റെ വാല്യൂ എന്ത് കിട്ടും? 12/2 6. വൈ ഈക്വൽ 6 കിട്ടും. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈക്വൽ ടു 19 ആണ് തന്നിട്ടുള്ളത്. എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈക്വൽ 19 ആണെന്നുണ്ടെങ്കിൽ വൈൻ്റെ വാല്യൂ 6 ആണെങ്കിൽ എക്സ് പ്ലസ് ജെഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 19 മൈനസ് 6 13 ആയിരിക്കും അല്ലേ. മാത്രമല്ല എക്സ് സെറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ 36. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് 36 ആയിട്ടുള്ള സമ്മ് 13 ആയിട്ടുള്ള എക്സിൻ്റെയും സെറ്റിൻ്റെയും വാല്യൂസ് എന്തായിരിക്കും? 4 9. 4 9 36 ആണ്. 4 പ്ലസ് 9 13 ആണ്. കണ്ടുപിടിക്കേണ്ടത് സെറ്റും എക്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 9 മൈനസ് 4 ഈക്വൽ ടു 5. ഇവിടെ ചില ആളുകൾ സംശയം ഉണ്ടാവും, എന്തുകൊണ്ട് എക്സിന് 9 സെഡിന് 4 കൊടുത്തുകൂടാ? അങ്ങനെയും കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സെഡ് മൈനസ് എക്സ് -5 വരും. അതൊരു പോസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പറയണം സെഡ് ഗ്രേറ്റർ ദാൻ എക്സ് എന്നൊക്കെ കണ്ടീഷൻ പറയണം. ഓക്കെ, അപ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്. സെഡ് മൈനസ് എക്സിൻ്റെ വാല്യൂ -5 ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള നോർമൽ മെത്തേഡ്. പക്ഷേ നമ്മൾ നോർമൽ മെത്തേഡ് ചെയ്യണ്ട. നമ്മൾ എന്താ ശ്രദ്ധിക്കണം? നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ 133. അങ്ങനെയാണെങ്കിൽ എക്സിനും വൈക്കും സെഡിനും വരാവുന്ന പോസിബിൾ വാല്യൂസ് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എക്സിന് വൈന് വരാനുള്ള പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 9 6 4. ഓക്കെ, ഒക്കെ പ്ലസ് ഓർ മൈനസ് ആട്ടോ. ഒക്കെ പ്ലസ് ഓർ മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ സൈന് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ 90 എന്നുള്ള ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് 19 ആണെങ്കിൽ 9 പ്ലസ് 6 പ്ലസ് 4 എന്താ 19 ആണ്. അതിനർത്ഥം എന്താണ്? ഈ 3 എക്സിൻ്റെ വൈൻ്റെ സെഡിൻ്റെ സൈൻ എന്താണ്? സൈന് പോസിറ്റീവ് സൈനാണ്. ഓക്കെ, അപ്പോൾ എക്സും വൈയും സെഡും എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒന്നാണ്. 9 4 6 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നാണ്. പിന്നെ അടുത്ത കണ്ടീഷൻ തന്നിട്ടുള്ളത് എക്സ് സെഡ് ഈക്വൽ വൈ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. ഏത് രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നോക്കാം? 9 × 4 6 54. 9 × 6 54 ആണ്. പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 9 × 4 36. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ 36 ഈക്വൽ ടു 6 സ്ക്വയർ. ഓക്കെ, 9 × 4. അപ്പോൾ എക്സ് ഇൻറ്റു സെഡ് ഈക്വൽ ടു 9 × 4 ആണ്. അപ്പോൾ എക്സിൻ്റെ സെഡിൻ്റെയോ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വാല്യൂ 9ഉം 4ഉം ഈ രണ്ട് നമ്പറാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് സെഡിൻ്റെ വാല്യൂ 9 മൈനസ് 4 സോറി സെഡ് മൈനസ് എക്സിൻ്റെ വാല്യൂ 9 മൈനസ് 4 5 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഗസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇത് 2018 CGL പ്രിലിംസിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഓക്കെ,
അപ്പോൾ ഈ ഐഡിയ ശ്രദ്ധിക്കുക. ഇത് വെച്ചിട്ട് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ x² + y² + z² = 113 ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെ x² + y² + z² വാല്യൂ തന്നിട്ടില്ല. x² + y² + z² വാല്യൂ 133 തന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളത് തന്നിട്ടുണ്ട്. x + y + z 19 തന്നിട്ടുണ്ട്. xyz 216 തന്നിട്ടുണ്ട്. xy + yz + xz വാല്യൂ 114 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഗസ് ചെയ്യാം എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്താണ്, ±9 ±4 അതേപോലെ ±6. ഓക്കെ, അപ്പോൾ സൈന് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഗസ് ചെയ്യാം. അടുത്ത ഒരു എക്സ്പ്രഷൻ എടുത്ത് നോക്കി, x + y + z. ഇതിൽ 3 പ്ലസ് എടുത്ത് കൊടുക്കുമ്പോഴാണ്, 3 പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 19 ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ x + y + z വാല്യൂ 9, 4 x y z വാല്യൂ 9, 4, 6. ഇതിൽ ഏതെങ്കിലും സംഖ്യയാണ്, പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, x³ + y³ + z³ + xyz ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 3 നമ്പേഴ്സിൻ്റെ ക്യൂബ് 729 പ്ലസ് 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 പ്ലസ് 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. അപ്പോൾ തന്നെ 1000ൻ്റെ മുകളിലായില്ലേ. ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം, 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ എന്താണ്, xyz ആണ് പിന്നെ ബാക്കിയുള്ളത്. xyz എന്ന് പറഞ്ഞാൽ 9 xyzൻ്റെ വാല്യൂ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, 216. ഓക്കെ, അപ്പോൾ ആ 216 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 9 + 4 13, 13 + 12 25, 5. എൻ്റെ ഡിജിറ്റ് 5 വന്നു. എൻ്റെ ഡിജിറ്റ് 5 വന്നാൽ അപ്പോൾ തന്നെ നിർത്തുക, പിന്നെ ചെയ്യാനും പോകണ്ട. ഓക്കെ, ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഉത്തരം കണ്ടെത്തിയാൽ മതി. ഓപ്ഷനിൽ വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ വെച്ച് നിർത്തിയിട്ട് വീട്ടിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുണ്ടോ, ഇത് വീണ്ടും CP 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. x² + y² + z² = 133 ആണ്. കണ്ടുപിടിക്കേണ്ട ക്യൂബ് റൂട്ട് ഓഫ് xyz ആണ്. അപ്പോൾ ഇവിടെ x y z വാല്യൂ എന്താണ്, ±9 ±4 ±6. അപ്പോൾ പ്ലസ് ആ മൈനസ് ആണോ നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി x + y + z നോക്കി. x + y + z വാല്യൂ 11 ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും പ്ലസ്, ഏതൊക്കെയായിരിക്കും മൈനസ് നോക്കാം. 9 പ്ലസ് ആണ്. അതേപോലെ 6 ഞാൻ പ്ലസ് ചെയ്തു. 9 + 6 15 ആണ്. പക്ഷെ 4 എനിക്ക് നെഗറ്റീവ് എടുക്കേണ്ടി വന്നു. അപ്പോഴാണ് ഇതിൻ്റെ മൂന്നിൻ്റെ സം 11 കിട്ടുക. ഓക്കെ, അപ്പോൾ 9 പോസിറ്റീവാണ്, 6 പോസിറ്റീവാണ്, പക്ഷെ 4 എന്താണ്, 4 നെഗറ്റീവാണ്. കണ്ടുപിടിക്കേണ്ടത് ക്യൂബ് റൂട്ട് ഓഫ് xyz ആണ്. ക്യൂബ് റൂട്ട് ഓഫ് xyz എന്താണ്, 9 × 4 -4 അല്ലേ, -4 × 6 ഇത് ക്യൂബ് റൂട്ട്. ക്യൂബ് റൂട്ട് ഓഫ് -216. ഓക്കെ, വാല്യൂ എന്താണ്, -6 ആണ്. ഓപ്ഷൻ ഡി -6. ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഐഡന്റിറ്റീസ് ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം കിട്ടുമ്പോഴത്തേക്കും വൈകുന്നേരം ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഒബ്സർവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്തത്, ഇഫ് x = 355 y = 356 z = 357. ഓക്കെ, എക്സ്പ്രഷൻ്റെ വാല്യൂ x³ + y³ + z³ -3xyz വാല്യൂ. ഒന്നെങ്കിൽ ഐഡന്റിറ്റി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓപ്ഷനിൽ എല്ലാ ഓപ്ഷൻ്റെയും എൻഡ് ഡിജിറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഐഡന്റിറ്റി പെട്ടെന്ന് മൈൻഡിൽ കത്തിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, എൻഡ് ഡിജിറ്റ് വെച്ചിട്ട് ചെയ്യുക. x³ x എന്ന് പറഞ്ഞാൽ 355, അപ്പോൾ അതിൻ്റെ ക്യൂബിൻ്റെ എൻഡ് ഡിജിറ്റ് 5. അത് y³ 6ൻ്റെ ക്യൂബ് 216, അപ്പോൾ അതിൻ്റെ എൻഡ് ഡിജിറ്റ് 6. z³ എന്ന് പറഞ്ഞാൽ 357ൻ്റെ ക്യൂബ്, അപ്പോൾ എൻഡ് ഡിജിറ്റ് എന്താ, 7ൻ്റെ ക്യൂബ് 7ൻ്റെ ക്യൂബ് 343, അപ്പോൾ അതിൻ്റെ എൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3. -3 × xyz 5 × 6 × 7, ഇതിൻ്റെ എൻഡ് ഡിജിറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇത് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തരത്തിൻ്റെ എൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 5 + 6 11, 11 ആകുമ്പോൾ 1, 1 + 3 എന്ന് പറഞ്ഞാൽ 4. ഏതാ, ഓപ്ഷൻ ഡി. ഇത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി അറിയുന്ന ആളുകൾ ഐഡന്റിറ്റി വെച്ചിട്ട് ചെയ്യുക. ഐഡന്റിറ്റി എന്താണ്, ഇതാണ് ഐഡന്റിറ്റി. a³ + b³ + c³ -3abc = 1/2 ഓക്കെ, ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ഐഡന്റിറ്റി കാണുന്നുണ്ടല്ലോ അല്ലേ, ഒന്ന് റേസ് ചെയ്യാം ബാക്കിയുള്ളത്.
അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഇക്വൽ ടു 1/2 ഇൻറ്റു ഓക്കെ. ഈ ഐഡൻറ്റിറ്റിൻ്റെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റിനും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയുടെ ഫോം നമ്മൾ കണ്ടെത്തിയിട്ട് അത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ യൂസ് ചെയ്യാം. 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി 355 പ്ലസ് 356 എഴുതാം. 355 പ്ലസ് 356 പ്ലസ് 357 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എക്സ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്നാണ് -1ൻ്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് അടുത്തത് എന്താണ് ബി മൈനസ് സി ദ ഹോൾ സ്ക്വയർ, ഇത് രണ്ടിൻ്റെ സ്ക്വയർ ഡിഫറൻസിൻ്റെ സ്ക്വയർ, അത് -1ൻ്റെ സ്ക്വയർ 1. അടുത്ത സി മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ഈ രണ്ട് ടേമിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ, അപ്പോൾ എന്താണ് 4. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് 355 356 ആഡ് ചെയ്ത് കിട്ടും 700 1050 1050 1050 പ്ലസ് 18 1068 അല്ലേ. 1068 ഇൻറ്റു 6/2 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 1068 ഇൻറ്റു 3 ഇത് 3204 കിട്ടാൻ ചാൻസ്. 3024 സോറി 3204 ഓപ്ഷൻ ഡി. ഓക്കെ, ഇത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും, ഇത് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഈ ഐഡൻറ്റിറ്റി എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഇത് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി 0 ആണ്, അല്ല എന്നുണ്ടെങ്കിൽ ഈ ടേം 0 ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ഹോൾ സ്ക്വയർ ഇത് 0 ആണ്. ഓക്കെ, അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് ബി മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് സി മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ 0. ഇതാണെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി ഈക്വൽ 0 ആണോ, ബി മൈനസ് സി ഈക്വൽ 0 ആണോ, സി മൈനസ് എ ഈക്വൽ 0 ആണോ. എ ഈക്വൽ ബി ആണ്, അതേപോലെ ബി ഈക്വൽ സി ആണ്. അപ്പോൾ തന്നെ പറയാൻ പറ്റില്ല എ ഈക്വൽ ബി ഈക്വൽ സി. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷനുള്ളൂ. ഈ ടേം ഈ എക്സ്പ്രഷൻ 0 ആണെങ്കിൽ 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ 0 ആണോ, അല്ല എന്നുണ്ടെങ്കിൽ ഈ ടേം രണ്ടാമത്തെ ടേം ഈക്വൽ 0 ആണോ. ഇതൊരു പ്രൊഡക്റ്റ് അല്ലേ, ഈ ടേം ഇൻറ്റു ഈ ടേം അല്ലേ. ഒന്നെങ്കിൽ ഈ ടേം 0 ആണോ അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം 0 ആണോ. എന്നാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abcൻ്റെ വാല്യൂ 0. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഐദർ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ 0 ആണോ അല്ലെങ്കിൽ എ ഈക്വൽ ബി ഈക്വൽ സി ആണോ. ഓക്കെ, പിന്നെ 2 കണ്ടീഷനാണ്. ഇനി ഇതിൻ്റെ റിവേഴ്സ് കണ്ടീഷൻ ട്രൂ ആണ്. അതായത് ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3abc 0 ആയിരിക്കും. അതായത് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ 0 അല്ലേ. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3abc എന്ന് കൊടുക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഓക്കെ, ഇത് എ ഈക്വൽ ബി ഈക്വൽ സി ആയാലും ഇത് ട്രൂ ആട്ടോ. എ ഈക്വൽ ബി ഈക്വൽ സി ആയാലും ഈ റിസൾട്ട് ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ആരിഫ് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഐഡിയ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എവിടെയാണ് ക്വസ്റ്റ്യൻ, ഒരുപാട് ബാക്കിലാണെന്ന് തോന്നുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ടേം എന്താണ് എ, ഈ ടേം ബി ആക്കി കൊടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ടേം സി ആക്കി കൊടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ പഠിച്ചു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3abc.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയറിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എ റേസ് ടു 6 ആണ്. അടുത്ത ടേം എന്താണ്? ബി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് ആ സ്മോൾ ലെറ്റർ ബീൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ബീൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് പ്ലസ് ബി റേസ് ടു 6 ആണ്. ഓക്കെ, പ്ലസ് സി ക്യൂബ്. സീൻ്റെ വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? സീൻ്റെ വാല്യൂ മൈനസ് സി സ്ക്വയർ ആണ്, ക്യാപിറ്റൽ ലെറ്റർ സീൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് മൈനസ് സി സ്ക്വയറിൻ്റെ ഹോൾ ക്യൂബ്. മൈനസ് സി സ്ക്വയറിൻ്റെ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സി റേസ് ടു 6 ആണ്. ഈക്വൽ ടു 3 ഇൻറ്റു എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, ക്യാപിറ്റൽ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സി സ്ക്വയർ. ഇതൊക്കെ പ്രൊഡക്റ്റ് ആട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പ്രഷനിൽ ന്യൂമറേറ്ററിലെ വാല്യൂ എ റേസ് ടു 6 പ്ലസ് ബി റേസ് ടു 6 മൈനസ് സി റേസ് ടു 6ന് പകരം എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 2 ഇൻറ്റു ഈ ടേമിന് പകരം 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു മൈനസ് സി സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. ഇതിന് ആവശ്യമുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, കോമൺ ആയിട്ടുള്ള ടേം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഏത് മെത്തേഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇനി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്തായാലും ഞാൻ ചെയ്യാം. നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3 ഈക്വൽ 3ABC ആണെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ 0 ആണ് നമ്മൾ പഠിച്ചില്ലേ? അല്ലെങ്കിൽ എന്താണ്? എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. അപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? ഇതാണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3ABC. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ 0 ആണ്. 3x - 1 പ്ലസ് 4x - 3 പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 0. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x പ്ലസ് 4x 7x പ്ലസ് 2x എന്താണ്? 9x -1 പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. ഈ -3 അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ 3 ആവും. അപ്പോൾ x ഈക്വൽ ടു 1/3. ഇനി 1/3 കണ്ടുപിടിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനിൽ, അങ്ങനെ വാല്യൂ ഓപ്ഷനിൽ കാണുന്നില്ല. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് x നോട്ട് ഈക്വൽ 1/3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടീഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം x നോട്ട് ഈക്വൽ 1/3 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ എ ഈക്വൽ ടു ബി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബി ഈക്വൽ ടു സി കൊടുത്താൽ മതി. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. 3x - 1 ഈക്വൽ ടു 4x - 3. ഇത് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ആർദ്ര കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി. ഓക്കെ, ബി കറക്റ്റാണ്. അത് ആർദ്ര കറക്റ്റാണ്. 3x - 1 ഈക്വൽ ടു 4x - 3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇവിടെ വരും. എക്സ് ഈക്വൽ ടു ഡയറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് 2 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 2. ഓപ്ഷൻ ബി. 3 ഈസിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The value of a square minus b square the whole cube plus b square minus c square the whole cube plus c square minus a square the whole cube divided by a minus b the whole cube plus b minus c the whole cube plus c minus a the whole cube.
ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻ കേട്ടോ, CPU ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ ഈ ടേം എന്താണ്? എ ക്യൂബ്. ഇതെന്താണ്? ബി ക്യൂബ്. ഇതെന്താണ്? സി ക്യൂബ്. ഇത് ന്യൂമറേറ്ററിലെ വാല്യൂ എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ആണ്. ഇവിടെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു? എ പ്ലസ് ബി പ്ലസ് സി ഒന്ന് കണ്ടു നോക്കിയപ്പോൾ എന്താ കിട്ടി? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇത് ലൈക്ക് ടേംസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. മൈനസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിൻ്റെ വാല്യൂ എന്താ? 3AB ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ ന്യൂമറേറ്ററിൽ എന്ത് വരും? 3 ഇൻറ്റു ABC. എൻ്റെ വാല്യൂ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു ബീൻ്റെ വാല്യൂ എന്താണ്? ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഇൻറ്റു സീൻ്റെ വാല്യൂ എന്താണ്? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് നമ്മുടെ ന്യൂമറേറ്ററിലെ വാല്യൂ. അതേപോലെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് എ ആണ്, ഇത് ബി ആണ്, സി ആണ്. അപ്പോൾ എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് രണ്ടും വേറെ വേറെ എയും ബിയും സി കേട്ടോ. ഇത് വേണമെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കാം. എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി ഒന്ന് കണ്ടുപിടിക്കുമ്പോഴും ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിൻ്റെ വാല്യൂ എന്ത് കൊടുക്കാൻ പറ്റും? എനിക്ക് 3 ഇൻറ്റു ABC എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ബി ആണ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 3 ഇൻറ്റു എ മൈനസ് ബി ഇൻറ്റു ബി മൈനസ് സി ഇൻറ്റു സി മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി എന്ന് എഴുതാൻ പറ്റും. അതേപോലെ എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് സി എന്ന് ഈ ടേമിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. ഈ സി മൈനസ് എ എ മൈനസ് സി ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് എ മൈനസ് സി അല്ല കേട്ടോ, സി മൈനസ് എ ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം ക്യാൻസലായി. ബി മൈനസ് സിയും ബി മൈനസ് സി ക്യാൻസലായി. എ മൈനസ് ബി ക്യാൻസലായി. അതുപോലെ 3 ക്യാൻസലായി. ബാക്കിയുള്ള ടേം എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു സി പ്ലസ് എ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, if a plus b plus c equal to 0, then the value of a square by bc plus b square by ac plus c square by ab. ഇത് CHSL വെച്ച് ക്വസ്റ്റ്യനാണ്. CHSL 2019. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഈക്വൽ ടു 3ABC ആണ്. ഇത് നമുക്ക് അറിയുന്ന റിസൾട്ട്. അപ്പോൾ ഞാൻ ആ റിസൾട്ടിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പ്രഷനെ ചെറുതായിട്ട് മാറ്റി എഴുതി. ഈ ടേമിലെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രഷൻ എന്താകും? എ ക്യൂബ് ബൈ ABC ആയി. രണ്ടാമത്തെ എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷൻ്റെ വാല്യൂവിൽ യാതൊരു മാറ്റം വരില്ല എന്ന് നമുക്കറിയാം. ബി ക്യൂബ് ഡിവൈഡ് ബൈ ABC ഇവിടെയും വരും. അടുത്ത മൂന്നാമത്തെ ടേം എന്ത് വരും? സി കൊണ്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ക്യൂബ് ഡിവൈഡഡ് ബൈ ABC എന്ന് വരും. അപ്പോൾ ഡിനോമിനേറ്റർ 3 ടേമിൻ്റെയും സെയിം ആയി ABC. ബാക്കി എന്താ വരിക? ന്യൂമറേറ്റർ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് വരും. ഓക്കെ, അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബിൻ്റെ വാല്യൂ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3ABC ആണ്. അപ്പോൾ ഇവിടെ 3ABC എന്ന് കൊടുത്തു ഡിവൈഡഡ് ബൈ ABC. ABC ക്യാൻസൽ ആകുമ്പോൾ ബാക്കി 3 മാത്രം വരും. ഓപ്ഷൻ എ.